2014 ഒക്ടോബർ 22 എന്ന് പറയുന്നത് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു വ്യത്യസ്തത രേഖപ്പെടുത്തിയ ദിവസമാണ്. കാരണം ഇന്ത്യക്കെതിരായ പരമ്പര 5-ാമത്തെ ഏകദിനം കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുമ്പോൾ ടോസിനായിട്ട് വന്നത് ക്യാപ്റ്റൻ ഡാരൻ ബ്രാവോ മാത്രമല്ല, ടീം ഒന്നടങ്കം വരികയാണ്. കാരണം എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ കളിക്കുന്നില്ല എന്ന് പറയുന്നത്. കാരണം എന്താ പറയുന്നത്, വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് അനുവദിച്ച ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ പ്രതിഫലം നൽകിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ കളി ബഹിഷ്കരിക്കുകയാണെന്ന് പറയുന്നു. അതിനുശേഷം നടന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരെ കളിക്കുന്ന 2020 പരമ്പരയും 3 ടെസ്റ്റുകളുടെ പരമ്പരയും ഒക്കെ റദ്ദ് ചെയ്യപ്പെടുകയാണ്. അത് വലിയൊരു ചർച്ചാ വിഷയമായി. അതായത് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഇതായിട്ടുള്ള ആ ഒരു കെടുകാര്യസ്ഥത, പിന്നെ 2 അവർക്ക് പണമില്ല എന്നുള്ളൊരു വസ്തുതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സംഭവമാണ്. പക്ഷേ അതേ ഈഡൻ ഗാർഡൻസിലാണ് 2 വർഷങ്ങൾക്ക് ശേഷം 2016 നമ്മളൊരു വലിയ കമൻട്രി കേട്ടു. കാർലോസ് ബ്രാത്ത്വെയ്റ്റ്, നിങ്ങൾ ഈ പേര് ഓർക്കുക, എഴുതി വെക്കുക എന്നുള്ള തരത്തിൽ. അതായത് തുടർച്ചയായിട്ടുള്ള 2ാം തവണയും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് 2020 ലോക കിരീടം ഉയർത്തുന്ന കാഴ്ചയാണ്. അപ്പോൾ ശരിക്കുള്ള പ്രശ്നം എന്താണ്? പ്രതിഭാ ധാരാളിത്തം പ്രതിഭ ഇല്ലാത്ത ഒരു പ്രശ്നമല്ല, പ്രതിഭകൾ അവിടെയുണ്ട്. പക്ഷേ അവരെ ഒന്ന് മെരുക്കിയെടുത്ത് പഴയതുപോലെ ഒരു യൂണിറ്റാക്കി കൊണ്ടുനടക്കാനുള്ളൊരു സിസ്റ്റം അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് തോന്നുന്നു. കാലാകാലങ്ങൾ നമ്മൾ ടീം ഘടന പരിശോധിച്ചാൽ അവിടെ പ്രതിഭകൾ അവിടെ തന്നെ ഉണ്ട്. ഏത് നിമിഷം അവർക്ക് പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന സ്ഫോടാത്മകമായിട്ടുള്ള താരങ്ങൾ അവിടെയുണ്ട്. പക്ഷേ അവരൊന്ന് വളർത്തിക്കൊണ്ടുവരിക, ഒന്ന് ഏകോപിപ്പിക്കുക, അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. വിശദമായിട്ട് നമുക്ക് പറയാം.